ഊട്ടുപുര സ്റ്റൈലിൽ ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു കറിയായിരിക്കും അല്ലേ ഊട്ടുപുരയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ചോറിൻ്റെ കൂടെ കിട്ടുന്നൊരു സാമ്പാർ. അപ്പോൾ നമുക്കത് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഒരു 2-3 വറ്റൽമുളകും കൂടിയും ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. തേങ്ങ ചേർത്തിട്ട് അത് നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ഒരുപാട് അങ്ങ് കളറ് മാറി ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും മതിയാവും കേട്ടോ. നമുക്ക് ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തെടുക്കാം. ഇനി അത് നമുക്ക് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം. അതുപോലെ ഒരു 1/4 കപ്പ് പരിപ്പ് ഒന്ന് നല്ലപോലെ കഴുകിയിട്ട് കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ച് കൊണ്ടുവരാം. ഇനി ചട്ടിയിലേക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുരിങ്ങക്കായ, സവാള, ഉരുളക്കിഴങ്ങ്, അതുപോലെ ക്യാരറ്റ്, കുറച്ച് പച്ചമുളക് ഇത്രയും എടുത്തത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള പച്ചക്കറികൾ നിങ്ങൾക്ക് എടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെള്ളവും കൂടിയും ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ച് കൊണ്ടുവരാം. പച്ചക്കറികൾ വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പരിപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വാളം പുളിയാണ് കേട്ടോ പിഴിഞ്ഞൊഴിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി അങ്ങ് ഒരുപാട് കൂടി പോകേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. തിള വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് നല്ല പഴുത്ത ഒരു തക്കാളി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെണ്ടയ്ക്കയും ചേർക്കുന്നുണ്ട്. ഒരു 5-6 വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ച് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇതിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയും കൂടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരവും തക്കാളിയും അതുപോലെ വെണ്ടയ്ക്കലും ഒരുമിച്ചായിട്ട് വേവിച്ചെടുക്കുന്നത്. ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത വെണ്ടയ്ക്കയും അതുപോലെ തന്നെ തക്കാളിയും ഒന്ന് വെന്ത് കിട്ടണം. അതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് തിളപ്പിക്കുകയും ചെയ്യണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്കൊന്ന് കടുക് വറുത്തിടണം. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും 2-3 വറ്റൽമുളകും ചേർക്കുന്നുണ്ട്. അതുപോലെ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ഊട്ടുപുര സ്റ്റൈൽ സാമ്പാർ ഇവിടെ റെഡിയായി. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന കറിയായിരിക്കും ഇത്. ഇനി അമ്പലങ്ങളിൽ പോയി കഴിക്കുന്ന സാമ്പാർ നമുക്കും വീട്ടിൽ തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്